നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഴീക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിന്റെ ഭാഗമായി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് നവംബർ 20 തുടക്കമാവുമെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് എം.എൽ.എ പറഞ്ഞു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടത്തുന്നതിനു ശേഷം മണ്ഡലതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും കെ.വി. സുമേഷ് പറഞ്ഞു. കുട്ടികളിലെ കായിക അഭിരുചി വളർത്തുന്നതിനും പഠനത്തിനോടൊപ്പം അവരെ മികച്ച വ്യക്തികളാക്കാനും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടാനും ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും. വരുന്ന വർഷങ്ങളിൽ സംഗീതം ഉൾപ്പെടെയുള്ള കൂടുതൽ വിഷയങ്ങളിൽ പരിശീലനം നൽകുമെന്നും കെ.വി. സുമേഷ് എം.എൽ.എ പറഞ്ഞു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടന്നതിനു ശേഷം മണ്ഡലതലത്തിൽ മത്സരങ്ങൾ നടക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ വിജയിക്കുന്നവർ മണ്ഡലതലത്തിൽ ഏറ്റുമുട്ടും. എല്ലാ വിഭാഗത്തിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ടീമുകൾ ഉണ്ടാകും. പഞ്ചായത്ത് തല മത്സരത്തിലെ വിജയികൾക്ക് പഞ്ചായത്ത് കപ്പും മണ്ഡലതല വിജയികൾക്ക് MLA കപ്പും നൽകും. വ്യക്തിഗത ചാമ്പ്യന്മാർക്ക് മൊമെന്റോയും നൽകും. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും ഉണ്ടാകും. 100-ലധികം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. പഞ്ചായത്ത് തല മത്സരങ്ങൾ നവംബർ 25 പൂർത്തിയാക്കും. 25 മുതൽ മണ്ഡലതല മത്സരങ്ങൾ ആരംഭിക്കും. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫുട്ബോൾ അടങ്ങിയ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. മഴവില്ല് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്തിരുന്നു. അതിലൊരു പ്രധാന ഫോക്കസിംഗ് പോയിൻ്റാണ് കുട്ടികളുടെ കായിക ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്നതൊരു പ്രധാനമായിട്ട് നമ്മൾ ഈ മഴവില്ല് പദ്ധതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തത് ഈ അക്കാദമിക്ക് മുതൽ തുടങ്ങാനാണ് നമ്മൾ ആലോചിച്ചത്. ഈ ഫുട്ബോൾ ഫെസ്റ്റ് അഴീക്കോട് മണ്ഡലം സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റ് എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഒരു 30-ാം തീയതി വരെ. അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും LP, UP, ഹൈസ്കൂൾ എടുക്കുന്നത് 8 മുതൽ 12 വരെയാണ് ഒരു ടീമായിട്ട്. LP സ്കൂളിൻ്റെ ഒരു ടീം, LP മാത്രം സ്കൂളിൻ്റെ ഒരു ടീം, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളും നേരത്തെ തന്നെ രൂപീകരിച്ച് അവർക്ക് പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. LP സ്കൂളുകൾക്ക് ചെറിയ മത്സരമാണ്. അതൊരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചെറിയൊരു കോർട്ട് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മത്സരമാണ്. UP സ്കൂളുകൾക്ക് ഒരു 15 മിനിറ്റ് എന്ന നിലയിലെടുത്ത് അത് ഹൈസ്കൂൾ എത്തുമ്പോൾ 8 മുതൽ 12 വരെയുള്ളവർക്ക് ഒരു 7s ഫുട്ബോൾ മത്സരം എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കുട്ടികൾക്കൊരു കായിക ആഭിമുഖ്യം അവരുടെ ഒരു ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുക. അത് പെൺകുട്ടികളുടെ ടീമും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. PR ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K. രമേശൻ, അഴീക്കോട് മണ്ഡലം വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ KV. ജയപാലൻ എന്നിവരും പങ്കെടുത്തു.